ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചത് 2024 ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ 2025 ആയി, ഇത്രയും നാളായിട്ടും ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ 2024 അവസാനം ചെയ്ത ഒരു സെൽഫ് പാമ്പറിങ് റൂട്ടീൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയറിന് ഒരു സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്പാ ക്രീം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയേറെ നാളുകളായി. ഞാൻ ആദ്യമായിട്ട് സ്മൂത്ത് ചെയ്ത ടൈമിലാണ് ഈ ഒരു സ്പാ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത്, ആദ്യമായിട്ടും അവസാനമായിട്ടും. അപ്പോൾ സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. പിന്നീട് ഹെയർ നല്ലപോലെ ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. ഈ ഹെയർ ഫാൾ ഒന്ന് കുറഞ്ഞ് കിട്ടുന്നത് ഞാൻ എപ്പോഴൊക്കെ സ്പാ ചെയ്യുമോ ആ ഒരു ആഴ്ചത്തേക്ക് എനിക്ക് വലുതായിട്ട് ഹെയർ ഫോൾ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ഈ ഒരു സ്പാ ക്രീം നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷനായിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ റിസൾട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സ്പാ ചെയ്യാൻ എടുത്താലും നല്ല സമയമെടുത്ത് ഓരോ സെക്ഷനായിട്ട് എടുത്ത് നല്ലതുപോലെ തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കും. When I'm scared, I send a flare and you're here in a flash. When I ഇടയ്ക്കിടയ്ക്ക് മുടി ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഈ സ്റ്റീം ഹെയറിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നല്ല ഡ്രൈ ഹെയറിന് സ്റ്റീം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ പൊതുവേ സ്റ്റീം ചെയ്യാറില്ല. ഇന്നത്തേക്ക് വെറുതെ വീഡിയോ എടുക്കാനാണ് ഞാൻ സ്റ്റീം ചെയ്തത്. അതിനുശേഷം ഞാൻ ബോഡിയിൽ തേക്കാനായിട്ട് ഒരു ബോഡി സ്ക്രബ് ഉണ്ടാക്കാം. ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബോഡി സ്ക്രബാണിത്. ഷുഗറും കോഫി പൗഡറും പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി വാഷും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കയ്യിലോട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഇനിയാണ് അടുത്ത പരിപാടി. ന്യൂ ഇയറൊക്കെ ആയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതായിട്ട് എനിക്ക് ഫേഷ്യൽ ഹെയർ കുറച്ച് പെട്ടെന്ന് വളരും. അപ്പോൾ എനിക്ക് ഈ ഫേഷ്യൽ ഹെയർ ഇരിക്കുമ്പോഴത്തേനും കുറച്ചൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഫേഷ്യൽ ഹെയറൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് മാത്രമേ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ പോകത്തുള്ളൂ. പിന്നെ ഞാൻ അപ്പർ ലിപ്സിൻ്റെ മുകളിൽ എപ്പോഴും ത്രെഡാണ് ചെയ്യാറ്. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ത്രെഡ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രമാണ് ഞാൻ റേസർ യൂസ് ചെയ്യുക. ബാക്കിയുള്ളിടത്തും ഞാൻ റേസറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ മസൂർ ദാലും യോഗട്ടും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഒരു മാസ്കാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഷേവ് ചെയ്തിട്ട് പെട്ടെന്ന് അതെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഞാൻ ആ ഒരു ടൈമിൽ എൻ്റെ ഫേസ് നല്ല ഡള്ളായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞാൻ ഫോക്സ്ടെയിലിൻ്റെ ഒരു സെറം കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെറം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തതെല്ലാം ഒരു ഫോക്സ്ടെയിലിൻ്റെ പ്രോഡക്റ്റ്സാണ് കൂടുതലുള്ളത്. പിന്നെ ബോഡി ലോഷൻ ബാക്കിയുള്ളതെല്ലാമാണ്. ഞാൻ ഇവിടെ ഒരു സെറം ബോഡി ലോഷൻ ഈ വാസ്ലിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നിവ്യയുടെ ഒരു ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ നിവ്യയുടെ ലോഷൻ അത്രയ്ക്ക് നല്ലതാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കാലിൽ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചെന്ന് പോയി കിടന്ന് നന്നായിട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.